ലോകകപ്പ് ഫുട്ബോളിന്റെ ആവേശം ഇനി സപ്ലൈകോ സ്റ്റോറുകളിലും. ഫുട്ബോൾ ആരാധകർക്ക് വീട്ടമ്മമാർക്കുമായി സപ്ലൈകോ ഒരുക്കുന്ന സപ്ലൈകോ സോക്കർ 11 പദ്ധതിക്ക് തുടക്കമായി. ഇനി മുതൽ ഗോളടിക്കുന്ന ബ്രസീലോ അർജന്റീനയോ പോർച്ചുഗലോ സ്പെയിനോ ഫ്രാൻസോ ആയിക്കോട്ടെ, ഓരോ ടീമിനും ഗോളും ഓരോ സാധനങ്ങളുടെ വില കുറയ്ക്കും. എന്താണല്ലേ കളി? ലോകം ഇന്നിപ്പോൾ ഒരു കാൽപന്തിൻ്റെ പിറകിലാണ്. ലോകകപ്പ് ഫുട്ബോളിൻ്റെ ആവേശം ഗ്രൗണ്ടിൽ മാത്രമല്ല, നമ്മുടെ അടുക്കളയിൽ കൂടി എത്തിക്കാനുള്ള ശ്രമത്തിലാണ് സപ്ലൈകോ. ഇതിൻ്റെ ഭാഗമായിട്ടാണ് സപ്ലൈകോ ഈ ലോകകപ്പ് കാലത്ത് ഒരു പദ്ധതി പ്രഖ്യാപിച്ചിരിക്കുന്നത്. സപ്ലൈകോ സോക്കർ 11. അതായത് സപ്ലൈകോയുടെ 11 ശബരി ഉൽപ്പന്നങ്ങൾ നിലവിൽ ലോകകപ്പ് കളിക്കുന്ന 11 പ്രമുഖ രാജ്യങ്ങളുമായി കോർത്തിണക്കിക്കൊണ്ടാണ് ഈ പദ്ധതി ആവിഷ്കരിച്ചിരിക്കുന്നത്. ഓരോ മത്സരത്തിലും ആ ടീം അടിക്കുന്ന ഗോളുകൾ അനുസരിച്ച് ആ ഉൽപ്പന്നത്തിൻ്റെ വിലയും കുറയും. ധന്യ, എങ്ങനെയാണ് ഇപ്പോൾ, എന്തൊക്കെയാണ് ഓഫർ? നിലവിൽ 3 ഐറ്റംസിനാണ് ഓഫർ ഉള്ളത്. ശബരി മഞ്ഞൾപ്പൊടി, ബ്രസീൽ ഒരു ഗോൾ അടിച്ചത് കാരണം 1% ഓഫർ. ശബരി മഞ്ഞൾപ്പൊടിക്ക് നിലവിലെ റേറ്റ് 29 രൂപ. അപ്പോൾ 1% ഓഫറോടുകൂടി ഓഫറോടെ 28 രൂപ 70 പൈസയ്ക്ക് ലഭിക്കുന്നു. പിന്നെ അതുകൂടാതെ ജർമ്മനി 7 ഗോൾ അടിച്ചത് കാരണം ഇപ്പം പൊടി നിലവിലെ റേറ്റ് 49, ഓഫറോടുകൂടി 45 രൂപ. 7% ഓഫറോടുകൂടി 45 രൂപ 50 പൈസയ്ക്ക് ലഭിക്കും. പിന്നെ ഒരെണ്ണമുള്ളത് മൊറോക്കോ 1 ഗോൾ അടിച്ചത് കാരണം 1% ഓഫർ. 250 ഗ്രാമിനാണ് ഓഫർ ഉള്ളത്, ഹോട്ടൽ ബ്ലെൻഡ്. അങ്ങനെ ഈ 3 മാത്രമല്ല, ഏറെ ആരാധകരുള്ള അർജന്റീനയുടെ ജേഴ്സിയിൽ ഇറങ്ങിയിരിക്കുന്നത് പായസം മിക്സാണ്. സ്പെയിനിൻ്റെ ജേഴ്സിയിൽ ഇറങ്ങിയിരിക്കുന്നത് പുട്ടുപൊടിയാണ്. നെതർലാൻഡ്സിൻ്റെ ജേഴ്സിയിൽ ഇറങ്ങിയിരിക്കുന്നത് സാമ്പാർ പൊടിയാണ്. ഏറ്റവും വലുത് കൊറേഷ്യയാണ്. കൊറേഷ്യ അടിക്കുന്ന ഗോളുകളായിരിക്കും ശബരിയുടെ വെളിച്ചെണ്ണയുടെ ഭാവി തീരുമാനിക്കുന്ന വില തീരുമാനിക്കുക. കൂടാതെ ഇംഗ്ലണ്ടിൻ്റെത് സാൾട്ടാണ്, ഉപ്പാണ്. കൂടാതെ മൊറോക്കോ, ഫ്രാൻസ്, ബെൽജിയം അടക്കമുള്ളവർക്ക് ഈ പറയുന്ന ചായപ്പൊടികളാണ്. പോർച്ചുഗൽ അവരുടെ ജേഴ്സിയുടെ നിറമായ മുളക് പൊടിയാണ് പോർച്ചുഗലിന് ഒപ്പമുള്ളത്. അപ്പോൾ ഓരോ മത്സരത്തിലും ഒരു ടീം അടിക്കുന്ന ഗോളുകളുടെ എണ്ണത്തിനനുസരിച്ചിട്ടായിരിക്കും ഈ പറയുന്ന ഉൽപ്പന്നങ്ങളുടെ വില നിശ്ചയിക്കുക. അർജന്റീനയുടെയും സ്പെയിനിൻ്റെയും ഒക്കെ മത്സരങ്ങൾ ഇനി വരാൻ പോകുന്നതേ ഉള്ളൂ. അപ്പോൾ അർജന്റീനയൊക്കെ കൂടുതൽ ഗോളുകൾ അടിക്കണേ എന്നുള്ളതാണ് വീട്ടമ്മമാരുടെ പ്രാർത്ഥന. പക്ഷേ ഒരു കാര്യം, ഈ 90 മിനിറ്റിൽ അടിക്കുന്ന ഗോളുകൾ മാത്രമായിരിക്കും ഈ ഉൽപ്പന്നങ്ങളുടെ വിലക്കിഴിവ് സംബന്ധിച്ച് വരിക. കാരണം ഷൂട്ടൗട്ടിൽ വരുന്ന ഗോളുകളൊന്നും സപ്ലൈകോ കൂട്ടില്ല. അടുക്കളയിൽ ഈ പറയുന്ന ഒരു വിലക്കിഴിവ് ലഭിക്കണമെങ്കിൽ നമ്മുടെ ഈ പറയുന്ന സൂപ്പർ ടീമുകളൊക്കെ നന്നായി കളിക്കേണ്ടതുണ്ട്. എന്തായാലും ഈ ലോകകപ്പ് കാലത്ത് ഇത്തരമൊരു പദ്ധതി ആവിഷ്കരിക്കുന്നതിലൂടെ സപ്ലൈകോ ലക്ഷ്യമാക്കുന്നത് ഒരു വൻ വിപണി തന്നെയാണ്. അതിലൂടെ ഒരു വലിയ സാമ്പത്തികമായി മെച്ചപ്പെടുമെന്നുള്ളൊരു പ്രതീക്ഷ സപ്ലൈകോ ഉണ്ട്. ക്യാമറമാൻ ചന്തു പ്രഭത്തിനൊപ്പം അനിരു അശോകൻ, ന്യൂസ് മലയാളം, തിരുവനന്തപുരം.